ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആർത്തുങ്കൽ പള്ളിയിൽ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ഒരു സ്ഥലമാണ് അർത്തുങ്കൽ. കോട്ടയത്ത് നിന്ന് 68 കിലോമീറ്റർ യാത്ര ചെയ്താൽ അർത്തുങ്കൽ എത്തുന്നതാണ്. എല്ലാ വർഷവും ജനുവരി 20 മുതൽ 27 വരെ ഇവിടെ മകരം തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. മതസൗഹാർദ്ദം വിളങ്ങുന്ന പുണ്യഭൂമിയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസിൻ്റെ പേരിൽ ഉള്ള ഒരു പള്ളിയാണ് അർത്തുങ്കൽ പള്ളി. പണ്ട് ഇവിടെ ബുദ്ധമതസ്ഥരാണ് കൂടുതലുണ്ടായിരുന്നതെന്നും അവർ അർഹതർ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും ബുദ്ധൻ്റെ രൂപത്തിന് കല്ല് എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്നും പറയപ്പെടുന്നു. അത് രണ്ടും കൂടെ ചേർന്നാണ് ഈ സ്ഥലത്തിന് അർത്തുങ്കൽ എന്ന പേര് വന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതൊരു തീരപ്രദേശമാണ്. പോർച്ചുഗീസുകാർ 1589 തടികൾ കൊണ്ടും തെങ്ങോല കൊണ്ടും ഒരു പള്ളി പണിതിരുന്നു. നാനാജാതി മതസ്ഥർ ആയിരക്കണക്കിന് വരുന്ന ഒരു വിശുദ്ധ സ്ഥലമാണിത്. ഗ്യാസ്പർ പയസ് എന്ന് പറയുന്ന അച്ഛനായിരുന്നു ആദ്യത്തെ ഇവിടുത്തെ പള്ളിയിലെ വികാരി. 1584 ഒരു ഇറ്റാലിയൻ ഫാദർ ജെയ്ക്കാമ ഫിനീഷ്യോ ആണ് ഇവിടെ പള്ളി പുതുക്കപ്പെടുന്നത്. അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ജനം വിളിച്ചിരുന്നു. അദ്ദേഹം 7 വർഷം കൊണ്ട് പള്ളിയുടെ പണി പൂർത്തിയാക്കി. 1829 നവംബർ 29-ാം തീയതി കേരളത്തിലെ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ ഇവിടെയാണ് അച്ഛൻ പട്ടം സ്വീകരിച്ചത്. പഴയ പള്ളി ഇതുപോലെ മനോഹരമായി നിർത്തിക്കൊണ്ട് തന്നെ 1910 പുതിയ പള്ളി പണിതു. ഇതാണ് പഴയ പള്ളി. അത് മനോഹരമായി ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. 1640 വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. കപ്പലിൻ്റെ കപ്പിത്താന് സ്വപ്നത്തിൽ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് ഈ പള്ളിയിൽ തന്നെ വെക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചുവെന്നാണ് പറയുന്നത്. അന്ന് ലോകം മുഴുവൻ മഹാവ്യാധിയുടെ കാലഘട്ടമായിരുന്നു. അന്ന് സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുപോയെടുത്ത് മുഴുവൻ ജനങ്ങൾക്ക് രോഗശാന്തി ലഭിച്ചതായിട്ടാണ് അറിയുന്നത്. എന്നും രോഗശാന്തിക്കായി നാനാ മതസ്ഥർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ച നേരുന്നുണ്ട്. കടൽക്കരയിൽ നിന്ന് പോലും മുട്ടിന്മേൽ നീന്തി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നാണ് അറിഞ്ഞത്. അമ്പാണ് ഇവിടുത്തെ നേർച്ച വസ്തു. നീണ്ട ദിവസങ്ങൾ നോയമ്പ് നോറ്റ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ വാവരുപള്ളിയിൽ കയറിയിട്ട് ശബരിമലയിൽ കയറി അതിനുശേഷം അർത്തുങ്കൽ പള്ളിയിൽ വന്ന് വെളുത്തച്ഛനെ കണ്ട ശേഷം മാല ഊരുന്നതായിട്ടാണ് അറിയുന്നത്. ജനുവരി 20 നടക്കുന്ന 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ 10,000-കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. അതിനു വേണ്ട നേർച്ച പായസം ഉണ്ടാക്കി കൊടുക്കുന്നത് അനിലിൻ്റെ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്. പുതിയ പള്ളി പോർച്ചുഗൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം പേർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. 2010 ഒക്ടോബർ 11-ാം തീയതി ഇതിന് ബസിലിക്ക പദവി കൊടുത്തു. ഇപ്പോൾ അറിയപ്പെടുന്നത് സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക ചർച്ച് എന്നാണ്. പള്ളിയുടെ ചുറ്റും ധാരാളം രൂപങ്ങൾ പണിതു വച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങളെല്ലാം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കപ്പലും മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ രൂപവും കിടത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായ ഓഫീസ് ബിൽഡിങ്ങും അനുബന്ധ കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. നേർച്ചപ്പണം അടയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ടാണ് ചുറ്റുപാടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ക്രോട്ടൺ പ്ലാന്റ് മനോഹരമായി വലിയ ചട്ടികളിൽ വെച്ചിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. നിത്യ കുമ്പസാരപ്പള്ളി ഇവിടെയുണ്ട്.
പലരും ഇതൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വീഡിയോ സമർപ്പിക്കുന്നത്. എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞങ്ങൾ പള്ളിയുടെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഒച്ചയും ബഹളവും ഒന്നുമില്ല. പണിക്കാർ ശാന്തമായി നിന്ന് പണിയുന്നത് കാണാം. ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വിശാലമായ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കടകളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ നാനാ മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുന്ന ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ കുടുംബമായി വന്ന് പ്രാർത്ഥിക്കാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനും സാധിച്ചത് ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം നൽകുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്